മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ LDF-ന് ഭരണം നഷ്ടമായി. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ LDF അംഗം നുസൈബ സുധീർ പിന്തുണച്ചതോടെയാണ് ഭരണമാറ്റം. PV അൻവറിന്റെ ഇടപെടലും നിർണായകമായി. പഞ്ചായത്തിന് മുന്നിൽ LDF, UDF അംഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. രാവിലെ മുതൽ ചുങ്കത്തറ പഞ്ചായത്തിന് മുൻപിൽ നാടകീയ രംഗങ്ങൾ. 10-10 ചുങ്കത്തറ പഞ്ചായത്തിലെ കക്ഷിനില. രാവിലെ 7 മണിക്ക് തന്നെ UDF അംഗങ്ങളും കൂറുമാറുന്ന LDF അംഗം നുസൈബ സുധീറും പഞ്ചായത്ത് ഓഫീസിലെത്തി. നുസൈബയുടെ ഭർത്താവ് സുധീർ തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം ചെയർമാനാണ്. അൻവറിന്റെ ഇടപെടലാണ് അവിശ്വാസ പ്രമേയത്തിന് പിന്നിലെന്ന് നേരത്തെ CPIM ആരോപിച്ചിരുന്നു. 10:30 LDF അംഗങ്ങളും പ്രവർത്തകരുമെത്തി. പഞ്ചായത്തിന് മുന്നിൽ നിന്ന് മാറണമെന്നാവശ്യപ്പെട്ട പോലീസുമായുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് വഴിമാറി. LDF, UDF പ്രവർത്തകർ തമ്മിൽ കൂട്ടയടി. കടയിലിരുന്ന PV അൻവറിന്റെ അടുത്തേക്ക് ഒരാൾ പാഞ്ഞെടുത്തു. UDF പ്രവർത്തകർ അൻവർ ഇരുന്ന കടയുടെ ഷട്ടറിട്ടു. UDF പ്രവർത്തകരുടെ സംരക്ഷണയിൽ പുറത്തിറങ്ങിയ അൻവറിനെ തോളിലേറ്റിയാണ് പ്രവർത്തകർ കൊണ്ടുവന്നത്. 1 മണിയോടെ അവിശ്വാസ പ്രമേയം പാസായതായി അറിയിപ്പ്. UDF ക്യാമ്പിൽ ആഘോഷം. ഈ കണ്ട സഹോദരിമാരുടെ മേലിലും ഈ പറയുന്ന മെമ്പർമാരുടെ മേലിലും ഈ തളിച്ചിട്ടുള്ള ചാണകം, ഈ ചാണകം കൊണ്ട് ആരാ കളിച്ചിരുന്നത് വരെ? ഇന്ത്യൻ രാഷ്ട്രീയം കീഴടക്കിയ BJP ചാണകവും മൂത്രവും, പശുവിൻ ചാണകവും പശുവിൻ മൂത്രവും വെച്ചിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയം കീഴടക്കിയത്. അതേ RSSന്റെയും BJPയുടെയും ഒപ്പത്തിനൊപ്പം നടക്കുകയാണ് ഈ പറയുന്ന പിണറായിയും CPM-ഉം. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ LDF അംഗങ്ങൾ ചാണകവെള്ളം തെളിച്ചെന്ന് UDF ആരോപിച്ചു. നിലമ്പൂർ മണ്ഡലത്തിലെ രാഷ്ട്രീയ പ്രശ്നം കേരള രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമെന്ന് കണക്കാക്കാൻ കഴിയില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ചുങ്കത്തറ പഞ്ചായത്തിലെ ഭരണനഷ്ടം CPM-ന് തിരിച്ചടിയാണ്. മണ്ഡലത്തിൽ പാർട്ടി പ്രധാന ശത്രുവായി കാണുന്ന PV അൻവറിന് രാഷ്ട്രീയ നേട്ടവും. 24 മലപ്പുറം.